Good afternoon, everyone. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. Good afternoon. Okay, how are you all? I'm good, ma'am. Good. Okay. What about your practice? എന്താണ് പ്രാക്ടീസ് പറയൂ. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എല്ലാവരും? No? Yes. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. Okay. Okay. നമ്മൾ ഡെയിലി സെന്റൻസ് കുറെ നോക്കിയിരുന്നു. ഓക്കെ, ഇത് ആരെങ്കിലും എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിരുന്നോ? നമ്മളെ സംസാരിക്കുന്ന ടൈമിൽ അപ്ലൈ ചെയ്തിരുന്നോ? എനിവൺ? റെസ്പോൺസ് ഇല്ല. വൈ? എന്ത് വെച്ചു എല്ലാവർക്കും? ശരിയല്ല. ഓക്കെ, വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല? പ്രാക്ടീസ് ചെയ്യുന്നില്ല എല്ലാവരും? ക്ലാസ് എന്താ മിണ്ടാത്തേ? ആ, സംസാരിക്കൂ. മാം. യെസ്, ലക്ഷ്ന. പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു? പ്രാക്ടീസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ആ, ഉണ്ടായിരുന്നില്ല. അറിയാം. ഓക്കെ, ഞാൻ കുറച്ചുപേര് നോട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചുപേര് ആബ്സെന്റ് ആണ് എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ എക്സസൈസ് ചെയ്യിപ്പിക്കായിരുന്നു. ആ, നമ്മുടെ ഡെയിലി സെന്റൻസ്, ടങ് ട്വിസ്റ്റേഴ്സ്, വേർബ്. ഓക്കെ, പ്രാക്ടീസ് ചെയ്തു. കാരണം കുറെ പേരൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ക്ലാസ്സിൽ വെച്ചെങ്കിൽ കുറെ പ്രാക്ടീസ് ചെയ്തു. ഇനി അങ്ങോട്ട് പ്രാക്ടീസ് സെഷൻ ആണ്. ഓക്കെ, ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുവിധം ഗ്രാമേഴ്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ടെൻസസ് ആയാലും ഓക്സിലറീസ് ആയാലും എല്ലാരും കവർ ചെയ്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മൊഡൽ വേർബ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇപ്പോ നേരത്തെ നമ്മൾ പഠിച്ച പോലെ ഡെയിലി സെന്റൻസ്, ഇതൊക്കെ അത്യാവശ്യമാണ്. ഇനി അങ്ങോട്ടെല്ലാം അങ്ങനെയാണ് നോക്കാം. അതായത് ഗ്രാമർ ബേസിക് ചെയ്തുള്ള ക്ലാസ്സസ് ഒക്കെ ഇനി കുറവാണ്. തിയറീസ് ഒക്കെ ഒരുവിധം കവർ ചെയ്തു. ഇനി പ്രാക്ടിക്കൽ സെക്ഷൻ ആണ്. മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. മിണ്ടാതൊന്നും കാര്യമില്ല. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ മാം. നമ്മൾ ക്യാൻ എന്ന് പറയുന്നത് ഒരു മൊഡൽ വേർബ് ആണ് അല്ലെ, മൊഡൽ ഓക്സിലറി ആണ്. കഴിഞ്ഞതു നമ്മൾ അതിക്ക് മുന്നേ എപ്പോഴോ ക്യാൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ടെൻസിലേക്ക് പോയത്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാൻ. ക്യാൻ എന്താണ്? ക്യാൻ, വാട്ട് ഈസ് ക്യാൻ? ഇറ്റ്സ് മീനിങ് കഴിയും, നമുക്ക് പറ്റും, പറ്റും എന്നൊക്കെ പറയാം അല്ലെ, ചെയ്യാം. കൂടുതലും കഴിയും, എബിലിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി ആണ് നമ്മൾ മോസ്റ്റ്ലി ക്യാൻ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോസിബിലിറ്റി ആൻഡ് പെർമിഷൻ, റിക്വസ്റ്റ്, ഓഫേഴ്സ് ഇതൊക്കെ ചോദിക്കുമെങ്കിലും നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് എബിലിറ്റി പറയാനും കേപ്പബിലിറ്റി പറയാനും ഒക്കെയാണ്. പെർമിഷൻ ഒക്കെ ചോദിക്കും. എന്താ പറയാ, ഗിവ് മീ ദാറ്റ് എന്നൊക്കെ പറയില്ലേ. സോ നമുക്ക് പെർമിഷൻ ചോദിക്കാം. അത് നമുക്ക് സിറ്റുവേഷൻ ബേസ് ചെയ്തിരിക്കും. സിറ്റുവേഷൻ ബേസ് ചെയ്തിരിക്കും. നമുക്ക് ക്യാൻ ആണോ അല്ലെങ്കിൽ ഒരുപാട് പൊളൈറ്റ്നെസ് കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ എന്തൊക്കെ യൂസ് ചെയ്യാം? പെർമിഷൻ ആണെങ്കിലോ റിക്വസ്റ്റ് ആണെങ്കിലൊക്കെ
ഷാൽ നമുക്ക് യൂസ് ചെയ്യാം, മേ യൂസ് ചെയ്യാം. മേ കമ്മിങ്, ഓക്കെ. ഷാൽ ഐ ഗോ എന്നൊക്കെ ചോദിക്കാം. കുഡ് ചോദിക്കാം. ഓക്കെ, അപ്പോ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടിരിക്കും അവിടെ ക്യാൻ ആണോ, കുഡ് ആണോ, മേ ആണോ, ഷാൽ ആണോ എന്നൊക്കെ ചെയ്യാം. ഓക്കെ, ഏതാണ് വേണ്ടത്, സ്യൂട്ടബിൾ ഏതാണോ അത് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോ ക്യാൻ വെച്ചിട്ട് നമ്മൾ കൂടുതലും പറയുന്നത് എബിലിറ്റി അല്ലെ, എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റും, ചെയ്യാൻ കഴിയും അല്ലെ, ഞാൻ അങ്ങനെ ചെയ്യും. എന്ന് പറയുമ്പോൾ വില്ലാണ്, എനിക്ക് ചെയ്യാൻ കഴിയും. ഒരു എബിലിറ്റി മീൻസ് ഒരു കഴിവാണ് അല്ലെ, എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റും, ഡാൻസ് പറയാം. I can speak English. Yeah. Then I can drive. I can sing a song. I can sing a song. എനിക്കൊരു പാട്ട് പാടാൻ കഴിയും. Then അപ്പോ എല്ലാനും കഴിവ് അല്ലെ, കഴിവിനെ കുറിച്ച് പറയാനാണ് മോസ്റ്റ്ലി ക്യാൻ യൂസ് ചെയ്യുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റും, നിനക്കത് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കണെങ്കിലോ, can I do that? I can do that. Yeah, can you ചോദിക്കാം അല്ലെ, can you do it? നിനക്കത് ചെയ്യാൻ പറ്റുമോ, can you do it? അങ്ങനെയും ഇത് ക്യാൻ വെച്ചിട്ട് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? പോസിറ്റീവ് സൈഡ് ക്യാൻ, ദെൻ നെഗറ്റീവ് വരുമ്പോൾ ക്യാൻഡ് ആണ്. കാറ്റ്, കനോട്ട് ഇൻ ഇംഗ്ലീഷ് ഷോർട്ട് ആണ് കാറ്റ്. I can't speak English fluently. അല്ല, എനിക്ക് ഫ്ലുവന്റ് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, പറ്റില്ല എന്നാണ്. അറിയില്ല അല്ല, പറ്റില്ല. I can't speak English fluently. Then I can swim. I can't swim. എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് അറിയില്ല എന്നല്ല, നീന്താൻ പറ്റില്ല. അറിയില്ല എന്നാണെങ്കിലോ, I don't know how to swim. എനിക്ക് എങ്ങനെയാണ് നീന്തേണ്ടതെന്ന് അറിയില്ല. I don't know how to swim. ഓക്കെ, എനിക്ക് നീന്താൻ പറ്റില്ല എന്നാണെങ്കിൽ I can't swim. Sorry, I can't swim. Okay, I can do it. I can't do it. I can't ആണെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല അല്ലെ, can't do it. I can't do it. എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്യാൻ വെച്ചിട്ടുള്ള സെന്റൻസസ്. സോ ഞാൻ ഇത്രയും ഇങ്ങനെയൊക്കെ പറഞ്ഞുതരുള്ളൂ. ദെൻ നിങ്ങൾ ഒരുപാട് സെന്റൻസ് മേക്ക് ചെയ്യാൻ ശ്രമിക്കുക ക്യാൻ വെച്ചിട്ട്. ഓക്കെ, ഇപ്പൊ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് ക്യാൻ സബ്ജക്റ്റിന് ശേഷം ക്യാൻ വരും, ദെൻ വേർബിന്റെ ബേസ് ഫോം ആണ് വരാ. സ്ട്രക്ചർ എങ്ങനെയാ വരാ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് ക്യാൻ പ്ലസ് V1 എന്നാ പറയുക. അതായത് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, കണ്ടോ, ഐ ക്യാൻ സ്പീക്ക്, സബ്ജക്റ്റിന് കൂടെ ക്യാൻ വന്നു, ദെൻ സ്പീക്ക് എന്ന് പറയുന്ന വേർബിന്റെ ബേസ് ഫോം ആണ്, ഫസ്റ്റ് ഫോം ആണ്. സോ അവിടെ ക്യാൻ ശേഷം യൂസ് ചെയ്യുന്നത് V1 ഫോം ആണ്. ഓക്കെ, അപ്പൊ അത് എപ്പോഴും ഓർമ്മ വേണം. അതിങ്ങനെ പറയുമ്പോഴും നമുക്ക് അവിടെ എന്താണ് V1 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ക്യാനിന് ശേഷം എപ്പോഴും V1 ഫോം ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? സോ ഒരുപാട് സെന്റൻസ് ഒന്ന് മേക്ക് ചെയ്യാൻ പറ്റും നോക്കിയേ, എല്ലാവരും ട്രൈ. ഓക്കെ, മലയാളം പറഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം, എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവരും. ഓക്കെ, ഓക്കെ മാം. പറയൂ. ഈ അബിലിറ്റി പോസിബിലിറ്റി ഇത് കൊടുത്തത് എന്താണ് മിസ്? എബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കഴിവിനെയാണ് എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എബിലിറ്റി, നമുക്ക് എബിലിറ്റി പറയാനും നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. പോസിബിലിറ്റി, സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ. എന്താണ് സ്മോക്കിംഗ് ക്യാൻസറിന് കാരണമായി. പോസിബിലിറ്റി ആണ്. പോസിബിലിറ്റി ചിലപ്പോൾ ക്യാൻ വെച്ച് പറയണമെന്നില്ല, അത് മാറും. ഞാൻ പറഞ്ഞല്ലോ, അത് കുറച്ച് സംടൈംസ് മാത്രമേ നമ്മൾ ചില സമയങ്ങളിൽ മാത്രമേ ഈ ക്യാൻ വെച്ചിട്ടൊക്കെ പറയുള്ളൂ. എല്ലാത്തിനും ഈ പോസിബിലിറ്റി പറയുമ്പോൾ ക്യാൻ അല്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, പെർമിഷൻ. പെർമിഷൻ ഞാൻ പറഞ്ഞ പോലെ ക്യാൻ വെച്ചിട്ട് പെർമിഷൻ ചോദിക്കാം, ഷാൽ വെച്ചിട്ടും ചോദിക്കാം. സെന്റൻസിനെ ബേസ് ചെയ്ത്, സിറ്റുവേഷനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പോ ഒരുപാട് പൊളൈറ്റ് ആയിട്ട് നമുക്കൊരു പെർമിഷൻ ചോദിക്കും. ഇപ്പൊ നിങ്ങളുടെ ബോസ്, ഇപ്പൊ നിങ്ങൾ ജോലി എന്തോ, Can I speak English? Can I speak English? അപ്പൊ ഇപ്പൊ നമ്മള് ജോലിക്ക് പോയി കഴിഞ്ഞാല് നമ്മുടെ മാനേജറോ ഓഫീസിലെ ഹെഡ് ആരാണോ അവരോട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോ കുറച്ചുകൂടെ പൊളൈറ്റ് ആവും. അല്ലെ സാറേ, ഞാൻ എടുത്തോട്ടെ, അപ്പൊ കുറച്ചുകൂടി പൊളൈറ്റ് ആണ്. അപ്പൊ ഇവിടെ ക്യാൻ യൂസ് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, കുറച്ചുകൂടി ബെറ്റർ ഷാലോ, മേയോ ഒക്കെ ആയിരിക്കും. മനസ്സിലായോ? അതാ പറഞ്ഞ സിറ്റുവേഷനെ ബേസ് ചെയ്തിരിക്കും പെർമിഷനിൽ ഏതാണ് ഏത് മൊഡാലാണ് യൂസ് ചെയ്യേണ്ടത് അത് യൂസ് ചെയ്യും. ക്യാൻ ചോദിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്ലി ഇൻഫോർമൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുമ്പോൾ ക്യാൻ വെച്ചിട്ട് ചോദിക്കാം. ഇതൊക്കെ കുറച്ചുകൂടി ബെറ്റർ. അല്ലാതൊക്കെ ആണെങ്കിൽ ഫോർമൽ ഒഫീഷ്യൽ ഒക്കെ ആണെങ്കിൽ അവിടെ ഷാൽ ഓർ മേ ആണ് ഏറ്റവും ബെറ്റർ. ക്ലിയർ? ക്ലിയർ മാം. പിന്നെ ഓഫർ ചോദിക്കാം. നമുക്കൊരു കാര്യം ഓഫർ ചെയ്യാൻ പറ്റില്ലേ? Can I help you? ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യട്ടെ? ഒരു ഓഫർ ആണ്. ഓക്കെ, can I help you? ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യട്ടെ? ഓഫർ ചോദിക്കാൻ നമ്മൾ ക്യാൻ യൂസ് ചെയ്യാറുണ്ട്. I can pay the bill for you. I can pay the bill. ബില്ല് പേ ചെയ്യാം. അതൊക്കെ ഒരു ഓഫറാണ്. അപ്പൊ അങ്ങനെ ഓഫർ ചോദിക്കാൻ നമ്മൾ ക്യാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ക്യാനിന്റെ യൂസേജസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ എല്ലാം ഓരോ സെന്റൻസ് മേക്ക് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, മലയാളം പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇംഗ്ലീഷെങ്കിലും പറയാം. പറയണം കേട്ടോ, എന്തായാലും പറയണം, പറയാതെ രക്ഷയില്ല. പറയൂ. എന്താണ്? പറയൂ. I can write a letter. എനിക്കൊരു ലെറ്റർ എഴുതാൻ കഴിയും. എഴുതാൻ കഴിയും. I can speak English. We can dance. He can live alone. ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും. Oh, we can live. We can live. Wow. I can teach English. Yeah, very good. I can teach English. Yeah. I can cook well. നന്നായിട്ട് കുക്ക് ചെയ്യാൻ കഴിയും. Okay. I can drive a car. I can drive a car. Yeah. Okay. കാർ ഓടിക്കാൻ കഴിയും. Then I can travel alone. You can travel alone. Yeah. I can cook majboos. I can cook Majboos. 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 അതെന്തോ? Mandi. അതൊരു ഫുഡാണ് മാം. മന്തിയുടെ അറബ്യൻ ഡിഷ് ആണത്. മന്തിയുടെ വേറൊരു നെയിമാണോ അല്ലെങ്കിൽ ഡിഷ്? അതല്ല, അതായിട്ട് ഏകദേശം ഒരു വ്യത്യാസമുണ്ട്, കുറച്ച് വ്യത്യാസമുണ്ട്. നെഗറ്റീവ് പറയൂ. നെഗറ്റീവ്. I can't dance. I can dance. Then എനിക്ക് പാടാൻ പറ്റൂല. പാടാൻ പറ്റില്ല. I can't sing. എനിക്ക് പാടാൻ പറ്റില്ല. I cannot sing. Cannot പറയണ്ട നീഹ. Cannot പറയുന്നത് മിസ്റ്റേക്ക് ഇല്ല. I can't പറയുന്നത് ബെറ്റർ. I can't sing. Okay. I can talk to him. I can't talk to him. Cannot സംസാരിക്കാൻ പറ്റില്ല. Can't talk to him. Yeah. I I can sing. eat non-veg. I can't cook. Eat non-veg. I can eat non-veg. Yeah, I can't eat non-veg. എനിക്ക് non-veg കഴിക്കാൻ പറ്റില്ല. Okay. Cannot I dance. can wait too long. I can. Wait too long. I can't wait too long. എന്താ ഉദ്ദേശിച്ചത്? കുറെ നേരം നോക്കിയിരിക്കാൻ പറ്റില്ല. നോക്കിയിരിക്കാൻ പറ്റില്ലാന്നോ? നോക്കാൻ പറ്റില്ല. കുറെ നേരം നമ്മള് നോക്കിയിരിക്കില്ലേ ആരെങ്കിലും? വെയിറ്റോ? Wait too long. വെയിറ്റ് ഞാൻ വെയിക്കുന്ന കേട്ടെ. Wait too long.
I can't wait. Too long. എനിക്ക് ആരെയും നോക്കിയിരിക്കാൻ പറ്റില്ല എന്നാണോ? അതെ അതെ. I can't wait anyone എന്ന് പറഞ്ഞപ്പോഴേ I can't wait anyone. എനിക്ക് ആരെയും നോക്കാൻ പറ്റില്ല. അങ്ങനെയാണോ? വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. I can't do this work. I can't do this work. I can't do this work. Yeah, I can't do this work. Okay. I cannot wait for you. I can't Wait for you. Yeah, I can't wait for you. I can't wait for you. Yeah. Karunya, are you so silent? എന്താ മാം പറഞ്ഞേ? Silent ആണല്ലോ, എന്ത് പറ്റി? കേട്ടില്ല. സൈലന്റ് ആണല്ലോ, എന്ത് പറ്റി? ഒന്നുമില്ല മാം, ഇപ്പൊ ഫുഡ് കഴിച്ചത് പണികളൊക്കെ കഴിഞ്ഞത് വന്നതേ ഉള്ളൂ. ഇടയില് ഫോണിലായിരുന്നു ഇത്ര നേരം, ഇപ്പൊ ലാപ്പിലേക്ക് മാറ്റിയതാ. Okay. I can't do it. I can't do it. എനിക്ക് ചെയ്യാൻ പറ്റില്ല. Yeah, I can't do it. പിന്നെ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് പറയണല്ലോ, റിട്ടേൺ വിചാരിച്ച്. പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്ന് വളരെ കൂടുതലാണ്. Okay. I can't tell this story. I can't tell this story. എനിക്ക് അത് പറയാൻ പറ്റില്ല. Yeah. I cannot dance. I cannot dance. I can't dance. Cannot പറയണ്ട നീഹ. I can dance. Can't പറഞ്ഞാൽ മതി. Can't. I can't dance. I can attend the meeting. I can't attend the meeting. Yeah. കൊള്ളാം. ഇത് നമ്മൾ ഡെയിലി സെലക്ട് I can't speak. എന്തോ? I can't speak alone. I can't speak. Vidya, Okay. I I can't hear you. I can't hear you. I can't speak. alone. തനിയെ സംസാരിക്കണം. Hello, no, I can't speak alone. I can write exam. എന്തോ? I can write exam. I can't write exam. I can't watching TV varana. So, I can't watching TV. I cannot watch. I can't watching TV. എനിക്ക് TV കാണാൻ പറ്റില്ല. I can't watch TV. Watching അല്ല, watch. I can't watch TV. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ വെച്ചിട്ടൊന്ന് പറയാം. അപ്പൊ അതൊക്കെ എപ്പോഴെങ്കിലൊക്കെ അത് പറയാൻ പറ്റുമല്ലോ. ഡെയിലി നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. രാവിലെ എണീക്കുന്നത് മുതൽ കിടക്കുന്നത് വരെ നമ്മൾ ഒരുപാട് മലയാളം പറയുന്നുണ്ട്, ഒരുപാട് മലയാള സെന്റൻസ് പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് വെച്ചിട്ടൊക്കെ ഒന്ന് പറയാൻ പറ്റുന്നെങ്കിൽ I can go to function. I can go to hospital. Yeah, I can go to hospital. Can you please do this for me? Yeah, can you please do this for me? ചെയ്ത് തരാൻ പറ്റുമോ? Can I use the toilet? I mean, can I use the washroom? Yeah, can I use the washroom? Washroom use ചെയ്തോട്ടെ. Can I use the washroom? I can't exercise. Can't explain now. Exercise. Can't explain. Yeah. I can do exercise. Do exercise, okay? I can do exercise. Exercise ചെയ്യാൻ പറ്റില്ല. Can I ask you a question? Can I ask you a question? Question ആണോ അതല്ലെങ്കിൽ സെന്റൻസ് ആണോ? Okay. Can I open the window? Can I open the window? Can I open the window? Open. ചെയ്തോട്ടെ എന്ന് ചോദിക്കാം. അവിടേക്ക് ഏറ്റവും ബെറ്റർ നമുക്ക് വില്ലൊക്കെ വെച്ച് ചോദിക്കാം.
Okay. Can you please? Can you ചോദിച്ചോണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല. Can I sing? ഇതേപോലെ I ഒരുപാട് can love with him. I can love with him. I can Love with him. love with him. Can you come with me? Can you come with me? അതൊക്കെ എന്നെ വരാൻ പറ്റുമോ? Okay, can you come with me? Nobody can stop me. Nobody can stop me. ആർക്കും എന്നെ stop ചെയ്യാൻ പറ്റില്ല. Okay. I can climb a tree. Can climb a tree. Yeah. I cannot climb a tree. Cannot climb a tree. Yeah. I can hear you. I can hear you. Yeah. She can play the piano. She can play the piano. Good piano play ചെയ്യാൻ പറ്റും. കഴിയും. I cannot eat spicy food. Yeah, cannot see it. Yeah. Spicy. Okay. Can you switch off the light? Can I switch off the light? Ah. Okay. I can wake up at 5 o'clock every day. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റും. Every day. ആക്ഷൻസില് I can പറയോ? പക്ഷെ അവിടെ ഒക്കെ വില്ല അല്ലേ വരുക? ഇത് എബിലിറ്റി അല്ലേ? എബിലിറ്റി ആണെന്ന് നമുക്ക് പറയാം. എനിക്ക് എല്ലാ ദിവസവും രാവിലെ എണീക്കാൻ പറ്റുമെന്ന് പറയുന്നത് സരയുടെ ഒരു കഴിവാണ്. മിക്കവർക്കും അത് പറ്റാറില്ല. നിങ്ങളോട് ഓക്കെ, എനിക്കങ്ങനെ പറ്റാറില്ല. അപ്പൊ എബിലിറ്റി ആയിട്ട് തോന്നിയാൽ നമുക്ക് ക്യാൻ ബെസ്റ്റ് പറയും. വില്ല് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും, ആ ഒരു ഉദാഹരണം ചെയ്യും. I will do that എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യും, ചെയ്യാം, ആ ഒരു മീനിങ് ആണ്. ക്യാൻ വരുമ്പോ കഴിയും, പറ്റും, ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയും. Can you make a coffee? നിനക്ക് can you make A coffee. ചാണ്ടാക്കാൻ പറ്റും. What can I do for you? Oh, what can I do for you? Okay, ഞാൻ എന്താ ഇത് ചെയ്തിട്ടുണ്ടത് അല്ലേ? Can I do for you? I can't speak English. Yeah, can't speak English. It's a sentence ആണോ അല്ലെങ്കിൽ it's a truth? Is it a truth or a sentence? Can you make a wish? Can you Make a wish. Yeah, can I make a wish? Then smoking can cause cancer. Yeah, Anju, ഇത് ഓൾറെഡി എന്റെ എക്സാമ്പിൾ ഉള്ളതാണ്. മാം അവിടെ ക്യാൻ യൂസ് ചെയ്യുന്ന നിർബന്ധമുണ്ടോ? സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറഞ്ഞാലും is it okay? Is it okay? Yeah. ഞാൻ പറഞ്ഞല്ലോ ക്യാൻ അവിടെ യൂസ് ചെയ്യണമെന്ന് ഒരു ആവശ്യമില്ല. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. കമ്പൽസറി അല്ല. കോമേഴ്ഷ്യല് കമ്പൽസറി അല്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പോസിബിലിറ്റിയിൽ കമ്പൽസറി അല്ലാതെ ക്യാൻ്റെ ആവശ്യമില്ല. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ Can you cut the chicken? Can you cut the chicken? Yeah. അത് കുറച്ചൊരു പൊളൈറ്റ് ആയിട്ടാണെങ്കിൽ ചോദിക്കണെങ്കിലോ? Can you please cut the chicken? അത്രയും മതിയോ മാം? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, would you please cut the chicken? ചോദിക്കാം, would you please cut it? Would you please? നമുക്കത് പഠിക്കാം, തോറും പഠിക്കാം. ഒരുപാട് അങ്ങനെ സെന്റൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ക്യാൻ മനസ്സിലായല്ലോ? ഈ കുറച്ചും കൂടെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുമ്പോഴാണ് വുഡ് ചേർക്കുന്നത്. പൊളൈറ്റ് ആണ്. ദയവായി ഒന്ന് ചെയ്തരാവോ? ദയവായി ഒന്ന് ചെയ്തരാവോ? Would you please do that? ദയവായി ഒന്നത് ചെയ്തരാവോ? Would you please do that? Would you please cut the chicken? ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് തരുമോ? പിന്നെ മാം ഫുഡ് യൂസ് ചെയ്യുന്ന പൊതുവെ ഒഫീഷ്യലി ഫോർമൽ ആയിട്ടുള്ളതിലല്ലേ ഫുഡ് യൂസ് ചെയ്യുള്ളൂ? ഫുഡല്ല ഞാൻ പറയാം, ഫുഡാണ്. കുഡ് ഒഫീഷ്യലി ആണ്. ഓക്കെ, ക്യാൻ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണെങ്കിൽ കുഡ് ഒഫീഷ്യലി ആണ്.
could past use ചെയ്യുന്നതാണ്. ഓക്കെ, I could play the guitar when I was in school. ഞാൻ സ്കൂളിലായിരുന്ന ടൈമിൽ ഞാൻ ഗിറ്റാർ പ്ലേ ചെയ്യായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ പറ്റില്ല, എനിക്ക് അന്ന് പറ്റുമായിരുന്നു. I could play the guitar when I was in school. ഇപ്പൊ പറ്റില്ല, അപ്പൊ പറ്റുമായിരുന്നു. അപ്പൊ could പാസ്റ്റില് യൂസ് ചെയ്യാറുണ്ട്. അതുമല്ല നമ്മുടെ പ്രസന്റില് പൊളൈറ്റ് ആയിട്ട് ചോദിക്കുക. പൊളൈറ്റ് അല്ല, ഒഫീഷ്യൽ ആയിട്ടൊക്കെ ചോദിക്കുമ്പോ could യൂസ് ചെയ്യാറുണ്ട്. Could you please could you please pass the pen? Could you please give me the pen? Give me the pen എന്ന് ചോദിക്കാം. Could you please can ചോദിക്കാം. സിറ്റുവേഷൻ ഒരു ഫ്രണ്ടിനോടാണെങ്കിൽ നമുക്ക് ക്യാൻ വെച്ച് ചോദിക്കാം. അഥവാ നിങ്ങളുടെ കൊളീഗ്സോ കുറച്ചുകൂടെ എൽഡേഴ്സ് ആയ കൊളീഗ്സ് ഒക്കെ ആണെങ്കിൽ, സീനിയർ കൊളീഗ്സ് ഒക്കെ ആണെങ്കിൽ could you ചോദിക്കാം. Could you please give me the pen? ഓക്കെ, അതാണ് could and canന്റെ ഡിഫറൻസ്. ഓക്കെ, ഈ നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ ക്ലാസ്സിൽ? ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ അതോടെ ചെയ്യും. അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെയ്യണോ? വേണ്ട മാം, ചെയ്തിട്ടുണ്ട്. ഉറപ്പാണല്ലോ, കിട്ടാത്തവരില്ലല്ലോ. ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്താന്ന് വെച്ചാൽ പറയൂ. മാം രണ്ട് ക്ലാസ്സിൽ മാം ഇത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ വേണ്ട. അപ്പൊ നോട്ട് നന്നായിട്ട് പഠിക്കാം. പിന്നെ അടുത്ത വരുന്ന ക്ലാസ്സിലൊക്കെ നമുക്ക് ഇതേപോലെ ഡിസ്കഷൻസ് ഉണ്ടാവും. പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം, ട്രൈ ചെയ്യാം. ഇന്ന് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് എല്ലാവർക്കും ഇത് തോന്നുന്നു. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് മാം. പറയൂ, ഓരോരുത്തരോടൊക്കെ പറയൂ എന്താണ് എന്നിട്ട് ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷം. സോ ഹാപ്പി ആൻഡ് പ്രൗഡ്. ഇന്ന് നല്ല പാർട്ടിസിപ്പേഷൻ ഇല്ലേ? ഇന്ന് നല്ല പാർട്ടിസിപ്പേഷൻ ഇല്ലേ ക്ലാസ്സില്? അതാണ് ഇമ്പ്രൂവ്മെന്റ്. അതൊക്കെ പെടും. നന്നായിട്ട് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. എല്ലാവരും സെന്റൻസ് പറയുന്നുണ്ട്, സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലേ? ഇതേപോലെ മുന്നോട്ട് പോവാട്ടോ. അത്യാവശ്യം നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറച്ചെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ് വി ക്യാൻ മാം. You can. Then okay ma'am. Okay. അതേപോലെ തന്നെ ഡെയിലി സെന്റൻസ് ഞാൻ തന്ന നോട്ടിലെ ഡെയിലി സെന്റൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. ഈ ക്ലാസ്സിലായാലും ഇംപ്ലിമെന്റ് ചെയ്യാം. എന്നോടായാലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, എന്തെങ്കിലും പറയാൻ പറ്റുന്ന സെന്റൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. അങ്ങനെ എന്നോട് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോ നിങ്ങൾ ആരോടാണോ അവരോട് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ക്യാൻ ആൻഡ് കുഡ്. ഇനി കുഡ് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ. കുഡ്. Could you please move? Could you please move? നമ്മുടെ ഡെയിലി സെന്റൻസിൽ എന്താ പഠിച്ചത്? Could you please move a bit? Could you please my pen? നമ്മുടെ ഡെയിലി സെന്റൻസിൽ പഠിച്ചത്. പ്ലീസ് ഒന്ന് നീങ്ങോ എന്ന് ചോദിച്ചു. ഡെയിലി സെന്റൻസിൽ എന്താ പറഞ്ഞേ? Please move a bit. Please move a bit. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദിക്കണേ അങ്ങനെ ചോദിക്കാം. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോ എപ്പോഴും ഇംഗ്ലീഷ് ഷോർട്ട് ആക്കി സംസാരിക്കാം. ഒരുപാട് സെന്റൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കേ ഉള്ളൂ. ഷോർട്ട് ആകാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അത്യാവശ്യം ആ ഒരു സ്പീഡില്, ഭയങ്കര സ്പീഡ് ആയിരുന്നപ്പോഴും ഒരു മീഡിയം സ്പീഡില് ഫ്ലുവൻസിൽ പറഞ്ഞ് കൺവേ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ പറയണം. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോ എപ്പോഴും എന്താ ഗ്രാമർ ആരും നോക്കാറില്ല. അത് ഗ്രാമർ ആലോചിച്ച് തലകൊണ്ടാക്കണ്ട. ഇതെങ്ങനെയാ പറയാ? ഒരുപാട് ആലോചിച്ച് തലകൊണ്ടാക്കണ്ട. എങ്ങനെയാ പറയാ? Don't tax your brain. Don't tax your brain. Okay. അപ്പോ ഗ്രാമർ ഇല്ലാണ്ട് സംസാരിക്കണം. നമ്മൾ മലയാളം സംസാരിക്കുമ്പോ ഗ്രാമർ നോക്കിയിട്ടാണോ?
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ? അല്ല, ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ മലയാളം പറയുമ്പോ. ഇത് മലയാളം സബ്ജക്ട് എടുത്തവർക്ക് അറിയാൻ പറ്റും എത്രയൊക്കെയോ ഗ്രാമർ ഇതിലുണ്ട്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമ്മൾ ഗ്രാമർ ഒരുപാട് പഠിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തെറ്റോ, പക്ഷെ തെറ്റോ എന്ന് വിചാരിച്ചാല് തെറ്റും പറയാം. അങ്ങനെ പറയാൻ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ രാവിലെ എണീക്കുന്നത് മുതൽ വൈകിട്ട് കിടക്കുന്നത് വരെ നിങ്ങൾ പറയുന്ന സെന്റൻസ് ഓരോന്നും എഴുതി നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങളിപ്പോ ഇങ്ങനെയാണ് രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കാറ്? എന്തായാലും നമ്മൾ പറയുന്ന സെന്റൻസ് ആണ് അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരുപാട് സെന്റൻസ് ഉണ്ട്. ഇതിൽ ഒരെണ്ണം പറഞ്ഞേ മലയാളത്തിലെ. അങ്ങനെ ചോദിച്ചോടോ. ഇപ്പോഴത്തെ സമയം, ഇപ്പൊ എത്ര സമയമായി എന്നുള്ളത്. ഹൗ മെനി ടൈംസ്. ഇപ്പൊ സമയം എന്തായി? എന്തായി? ഉറക്ക് തെളിയുമ്പോ സമയം എന്തായി എന്നാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ചിരുന്നു, ഡെയിലി സെന്റൻസുകൾ പഠിച്ചിരുന്നു. എന്താണ്? What time is it now? What is the time now? അങ്ങനെയാണോ? What time is it now? What is the time now? What time is it now? അങ്ങനെയാണ് കറക്റ്റ്. നമ്മൾ പറഞ്ഞു what's the time now എന്നായതാണ്. What time is it now? Okay, what time is it now? നോക്കാം. What time is now? അങ്ങനെ what time is it now എന്ന് ചോദിക്കാൻ പറ്റണമെങ്കിൽ എന്താണ്? ഇത് പ്രാക്ടീസ് ചെയ്യണം. ആ സെന്റൻസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്തല്ലേ അതൊക്കെ വെള്ളി വീഴാണ്ട് പെട്ടെന്ന് നമ്മൾ പറയാൻ പറ്റുള്ളൂ. ഒന്ന് ചോദിച്ചു ജിൻഷ, സമയം എന്തായി? What time is now? ചോദിക്കൂ. What time is now? What time is it now? Is it now? What time is it now? അപ്പോ മലയാളം ചോദിച്ചേ, സമയം എത്രയായി ചോദിച്ചേ? ഞാനാണോ? ഇല്ല, ജിൻഷ. What time is it now? അല്ല, അതിന് മലയാളം പറഞ്ഞ ജിൻഷ. സമയായി. ഇപ്പോഴെത്ര സമയായി? ജിൻഷ എങ്ങനെയാണ് ചോദിക്കാറ് പൊതുവെ? ഇപ്പൊ എത്ര സമയായി തന്നെ ചോദിക്കല്. ഇപ്പൊ സമയം എത്രയായിരിക്കും, അല്ലെങ്കിൽ എത്ര മണിയായിരിക്കും അല്ലെ? മലയാളം തന്നെ നമ്മൾ പല രീതിയിൽ ചോദിക്കാറുണ്ട്. കറക്റ്റ് മലയാളം എന്തായാലേ? സമയം ഇപ്പോൾ എത്ര, അല്ലെങ്കിൽ ഇപ്പോൾ സമയം എത്രയാണ്? ഇപ്പോൾ സമയം എത്രയാണ്? എന്താണ് എന്നാണ് നമ്മുടെ മലയാളം ചോദിക്കാറ്? സമയം എത്രയായി? ഇപ്പത്തെ സമയം എത്രയായി? അതേപോലെ വാട്ട് ഈസ് ടൈം ഈസ് ഇറ്റ് നൗ എന്ന് ചോദിക്കുന്നതാണ് ബെറ്റർ, അല്ലെങ്കിൽ വാട്ട് ടൈം ഈസ് ഇറ്റ് നൗ എന്ന് ചോദിക്കുന്നതാണ് ബെറ്റർ. What time is it now? ആ ഒരു ഫ്ലുവൻസി വരണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ സമയം എത്രയായി എന്നല്ല നമ്മൾ മലയാളം പോലും പറയാം. അതേപോലെ ഇംഗ്ലീഷ് കൊണ്ടുവരണം. അങ്ങനെ ഇംഗ്ലീഷ് കൊണ്ടുവരണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സമയം എത്ര ആയി എന്ന് ചോദിക്കുമ്പോ അത് ഇംഗ്ലീഷ് വരണ്ടേ അവിടെ, അല്ലേ? പ്രാക്ടീസ് ചെയ്ത് പറ്റുമെന്ന് അറിയോ? ഇപ്പൊ സമയം എത്രയായി നമ്മൾ ആലോചിക്കും. അയ്യോ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ് ചോദിക്കുമ്പോ എന്ത് പറ്റുമെന്ന് അറിയോ? ഈ ടൈമും പീസിറ്റൊക്കെ അങ്ങോട്ടൊക്കെ മാറിപ്പോകും. ഓക്കെ, അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി വീട്ടില് ആരോടെങ്കിലും ചോദിക്കുമ്പോ ഇങ്ങനെ ചോദിക്കാം. എങ്ങനെ ചോദിക്കും? What's time? What time is it now? What time is it now? What time is it now? What's time now ചോദിക്കുക. What's time now ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കറക്റ്റ് എക്സാക്ട്ലി അതിന്റെ സെന്റൻസ് ഇങ്ങനെയാണ്. What time is it now എന്നാണ് പറഞ്ഞ് നമ്മള് ഇങ്ങനെയാക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങള് പക്കാ പറയുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞ് സ്ഥലത്തിന്റെ പേരേ മാറാറുണ്ട്, അല്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. What time is it now ആണ് കറക്റ്റ്. നമ്മൾ പറഞ്ഞ് മനസ്സിലാവാക്കി. ഓക്കെ, അപ്പോ ഇനി അങ്ങനെ ചോദിക്കണം. ചോദിക്കുന്നവർക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നാലും നമ്മൾ പറയാം What time is it now. എന്നിട്ട് മനസ്സിലായി എന്താണെന്ന് ചോദിക്കുമ്പോൾ സമയം എത്രയായി. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പറയുകയും ചെയ്തു. മനസ്സിലായോ? അവിടെ ഒരു പ്രാക്ടീസ് ആവണം. അങ്ങനെ
എപ്പോഴും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാം. ഇനി അടുത്ത സെന്റൻസ് എന്താണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്? അറിയൂ. എന്താ മാം പറയാൻ പറഞ്ഞേ? നമ്മള് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് സെന്റൻസ് ഇപ്പൊ ഹസ്ബൻഡിനോടായാലും മക്കളോടായാലും എല്ലാം എപ്പോഴും നമ്മൾ മിണ്ടാതിരിക്കാറില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞിട്ടിരിക്കും. എല്ലാം അത് സെന്റൻസ് ആണ്. ആ സെന്റൻസ് എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ദെൻ അത് പറയണം. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക. അല്ലാതെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാം പഠിക്കട്ടെ, എല്ലാം പഠിച്ചതിന് ശേഷം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാന്ന് പറഞ്ഞാല് ഈ ജന്മത്തിൽ നിങ്ങൾ സംസാരിക്കില്ല, ഒരിക്കലും പഠിച്ച് കഴിയില്ല. ഓക്കെ. അപ്പൊ ഏറ്റവും സിമ്പിൾ വേ എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സെന്റൻസ് എഴുതി വെക്കുക, മലയാളം എഴുതി വെക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാം വേണം. Did you eat? Did you eat? കഴിച്ചോന്ന് Did you eat? ഇന്നെന്താ പരിപാടി? വാട്ട്സ് പ്രോഗ്രാം ടുഡേ? പിന്നെന്താ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇതെല്ലാം എഴുതിക്കൊണ്ട് വരാം. ഡെയിലി സെന്റൻസ് എല്ലാം എഴുതിക്കൊണ്ട് വരാം. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ട് വരാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഒരു ദിവസം സംസാരിക്കേണ്ട ഇംഗ്ലീഷ് ആ ഒരു ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. എന്നിട്ട് അത് ആരോടെങ്കിലൊക്കെ സംസാരിക്കണം. കളിയാക്കോ ഒരു ചിരിക്കോ എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട, ശരിക്കും കളിയാക്കോ പ്രതീക്ഷിക്കാം. ഓക്കെ. ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തതിനു ശേഷം മാത്രം സംസാരിക്കാം. ഇതെല്ലാം ഉണ്ടാവും. ഇതൊക്കെ ലൈഫിലുള്ളതല്ലേ. എന്നാൽ മാത്രമേ ഇംഗ്ലീഷില് ഫ്ലുവൻസി ഉണ്ടാവുള്ളൂ. കുറച്ചെങ്കിലും സംസാരിക്കണ്ടേ? അത് കുറച്ച് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അത് യൂസ്ഡ് ആവും. പിന്നെ നിങ്ങൾ സംസാരിച്ചോളൂ. പിന്നെ നിങ്ങൾക്ക് ഈ കളിയാക്കലും ശരിക്കലൊന്നും വിഷയമാവില്ല. ഓക്കെ. ഓരോ ദിവസവും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. ഇനി അങ്ങോട്ടുള്ള ക്ലാസ് എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരുപാട് തിയറീസ് എല്ലാം പഠിച്ചു നമ്മള്, ഒരുപാട് കഴിഞ്ഞു. ടെൻസ് എല്ലാം കഴിഞ്ഞു. ഇനി ടെൻസിലൊക്കെ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ടെൻസ്? എന്തെങ്കിലും ചോദിക്കണോട്ടോ? നമുക്ക് ഏതൊരു ക്ലാസ്സിൽ അതിന് റിവൈൻഡ് ചെയ്ത് പോകാം. ഇതൊക്കെ കഴിഞ്ഞ പോർഷൻസ് ആയാലും എന്തായാലും നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. റിവിഷൻ പോലെ ക്ലാസ് എടുക്കാം. പിന്നെയും മുതൽ നിങ്ങളുടെ ബ്രെയിനിൽ അത് ക്യാച്ച് ചെയ്യും. ഓക്കെ. സ്റ്റോർ ചെയ്ത് വെക്കും ബ്രെയിൻ ഇതെല്ലാം. എന്തുണ്ടെങ്കിലും ചോദിക്കുക. ടെൻസസ് ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ. മിണ്ടാതിരിക്കണം എന്തിനാ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ, എന്തെങ്കിലും ഉണ്ടെന്ന് പറയൂ. മിസ്സേ ഈ ലഞ്ച് കഴിച്ചോന്ന് എങ്ങനെയാ ചോദിക്കാം? ഹാവ് യു ഹാഡ് എ ലഞ്ച് എന്ന് ചോദിക്കാൻ പറ്റുമോ? അപ്പൊ ഡിഡ് ചേർത്ത് ചോദിക്കാൻ പറ്റുമോ? തൊട്ട് മുന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വയ്ക്കും, ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്. നേരത്തെ ആണെങ്കിലോ ഡിഡ് യു ചേർക്കണോ? Had your lunch. ഹാഡ് യുവർ ലഞ്ച്. ഹാഡ് ആണ് കേട്ടോ, ഡിഡ് അല്ല. ഓക്കെ മാം. ഓക്കെ. ദെൻ വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ക്ലാസ്സില്. നിങ്ങൾക്ക് ഞാൻ എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? Yes, ma'am. ക്ലിയർ ആണോ എല്ലാവർക്കും? Yes. എല്ലാവരോടും കൂടി ഞാൻ ചോദിക്കുന്നത് ക്ലിയർ ആണോ? എല്ലാവരും പറയൂ. ഓക്കെ. ഈ ഒരു ബാച്ചോ ഏതൊരു ബാച്ചോ ആണെന്ന് അറിയില്ല. ചെറിയൊരു കംപ്ലൈന്റ് മീൻസ് ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല, എടുക്കുന്നത് മനസ്സിലാവുന്നില്ല എന്നൊരു ടോക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പറയാമോ? പറയൂ. എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? അങ്ങനെ വരുമ്പോ ടെൻസിന്റെ കാര്യത്തിൽ കുറച്ച് ഡൗട്ട് ഉണ്ട് മാം. അതല്ല ഒന്നും കൂടി പറഞ്ഞുതരുമോ? പറയാനോ? അതല്ലേ നേരത്തെ ചോദിച്ച മിസ്. ഇത് തന്നെയല്ലേ ഞാൻ ചോദിച്ചതല്ലേ? നിങ്ങളോട് തന്നെയല്ലേ ചോറ് വേണോ എന്ന് ചോദിച്ചതല്ലേ? ഇതന്നെയല്ലേ ഞാൻ ചോദിച്ചത്.
ഓക്കെ, പറയൂ. എന്റെ ക്ലാസ് ക്ലിയർ ആണോ? കംഫർട്ടബിൾ ആണോ? സാറ്റിസ്ഫൈഡ് ആണോ? ഡു യു ഹാവ് എനി ഡൗട്ട്സ്? എനി ബാഡ് ഒപ്പീനിയൻ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ you can tell me. To be honest, to be frank. Okay? ഇല്ല. ഞങ്ങളെ ഈ ബാച്ചിൽ ആർക്കും കംപ്ലൈന്റ്സ് ഇല്ലെന്നാ തോന്നുന്നത്. വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് അഭിപ്രായം. Okay. ഈ ബാച്ചിൽ നിന്ന് ആരും കംപ്ലൈന്റ് ചെയ്തില്ല എന്ന് ഉറപ്പായിരിക്കും മാം. അറിയില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചേ. ഞാനെങ്കിലും അങ്ങനെ എന്തെങ്കിലോ ഇനിയിപ്പോ റെക്കോർഡ് ക്ലാസ് കാണുന്നവർ കാണുമോ അതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇത് നമുക്ക് എപ്പോഴും ഒരുപാട് തിയറീസ് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമാണ് ഇംഗ്ലീഷ്. മനസ്സിലായോ? റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ കൂടുതലും ഇന്ററാക്ഷൻ ആണെങ്കിൽ വരുന്നത്. ഇംഗ്ലീഷ് എല്ലാം ഇന്ററാക്ഷൻ ആണ് മെയിൻ വേണ്ടത്. അല്ലാതെ ഗ്രാമർ ഒരുപാട് ഗ്രാമർ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നാൽ നിങ്ങൾക്ക് ആകെ വട്ടാതെ ഉള്ളൂ. അത് ഗ്രാമർ പഠിപ്പിക്കേണ്ട രീതി വ്യത്യാസമാണ്. ഓക്കെ, ഇപ്പൊ കുറച്ച് പേർക്ക് എന്തെങ്കിലും ടെൻസ് ആയാലും എന്തെങ്കിലും ഗ്രാമർ ആയാലും കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുന്ന വിശ്വാസം. അപ്പൊ മറ്റു ക്ലാസ്സിനെ പോലെ മറ്റേ ഇപ്പൊ ഇംഗ്ലീഷ് ഇല്ലാതെ നിങ്ങൾക്ക് വേറെയും ചാപ്റ്റേഴ്സ് ഒക്കെ എല്ലാവരും എടുക്കുന്നുണ്ട്. അതേപോലെ ഒരിക്കലും ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അതിനെടുത്താല് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകും. എന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയാല് നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാവരും ക്ലാസ്സിൽ എത്ര പേരുണ്ടോ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരെ ഇംഗ്ലീഷ് സംസാരിക്കണം. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഗ്രാമർ പഠിപ്പിക്കാനോ ടെൻസ് പഠിപ്പിക്കാനോ വേണ്ടി ഞാൻ ക്ലാസ്സിൽ ഇരിക്കുന്നതല്ല. സ്കിൽ ഡെവലപ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്കിൽ ഡെവലപ്മെന്റിനാണ് ഇംഗ്ലീഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണ്? സ്കിൽ എന്താണ്? ലാംഗ്വേജ് സ്കിൽ മീൻസ് നമുക്ക് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അല്ലാതെ ഗ്രാമർ ക്ലാസ് ആണ് ഗ്രാമർ പഠിപ്പിക്കാനായിരിക്കണമെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. അല്ല, ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഗ്രാമർ വേണം. പക്ഷെ ഗ്രാമർ മാത്രം പഠിച്ചാൽ മതി. ഗ്രാമർ മാത്രം പഠിച്ചു പോകണം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, അത് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ തന്നെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ. എനിക്ക് എന്റെ പരമാവധി ഞാൻ എല്ലാം ചെയ്ത് തരുന്നുണ്ട്. ഒരുപാട് നോട്ട്സ് തരുന്നുണ്ട്. ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യില. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂ. ഓക്കെ, ഇത്രയും ക്ലാസ് കൊണ്ട് മിസ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാല് ആരുടെ പ്രോബ്ലം? ആരുടെയാ? നിങ്ങളുടെ പ്രോബ്ലം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടുമാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇംപ്രൂവ്മെന്റ് ഇല്ലാത്തത് എന്നാ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനിതൊന്നും മനസ്സിലാവുന്നില്ല. വേറെ കോഴ്സിൽ പോയി അപ്ലൈ ചെയ്ത് ജോയിൻ ചെയ്താലും സെയിം ഗ്രാമേഴ്സ് ആയിരിക്കും, സെയിം പാറ്റേൺ ആയിരിക്കും, സെയിം ടെൻസ് ആയിരിക്കും. ടീച്ചേഴ്സ് മാത്രം മാറുള്ളൂ. ഇതേ ഉള്ളൂ. പഠിക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ടീച്ചേഴ്സ് മാറുന്നതോറും നിങ്ങൾ തന്നെ പഠിക്കണം. നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, വേറെ ആരുമല്ല. ഓക്കെ, നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇംഗ്ലീഷ് ക്ലാസ് ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെയായിരിക്കും. ഇതിലല്ലെങ്കിൽ ഒരു തിയറീസ് ഒന്നും എനിക്ക് പറഞ്ഞാലില്ല. എല്ലാം കവർ ചെയ്തു. എക്സ്ട്രാ നോട്ട്സ് മാത്രമേ തരണ്ടുള്ളൂ. എങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്, ഏതൊക്കെ രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് എക്സ്ട്രാ നോട്ട്സ് മാത്രമേ എനിക്ക് തരാനുള്ളൂ. ഒരുവിധം കോഴ്സ് എല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിരുന്നു അല്ലേ? ഇംഗ്ലീഷും കുറെ കവർ ചെയ്തു, ഒരുപാട് കവർ ചെയ്തു. ഇനി നമുക്ക് മനസ്സിലാവാത്തത് ഇപ്പൊ ടീച്ചർ ചോദിച്ച പോലെ ടെൻസ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഇതെല്ലാം റിവൈൻഡ് ചെയ്യാം. നിങ്ങൾ ചോദിച്ചാൽ മാത്രം മതി, നമുക്ക് റിവൈൻഡ് ചെയ്യാം. ഓക്കെ, Okay, ma'am. Okay. Then, if you think you have improved in my class, Yes, okay? ma'am. Yeah. So, can you send your valuable comments about me and my class? Okay. Oh, just പറയുന്ന വെച്ചാല് കംപ്ലൈന്റ് വന്നു. അത് ഏതാണെന്ന് എനിക്കറിയില്ല, ഏത് ബാച്ചാണെന്ന് അറിയില്ല. സോ ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും നമുക്കൊരു ബാഡ് സൈഡ് ഉണ്ട്, ഗുഡ് സൈഡ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് തോന്നിയിട്ടുണ്ടോ അത്
ഒന്ന് നമുക്ക് സാറിനോ ആർക്കെങ്കിലും ഒന്ന് അതെ കമന്റോ എന്തെങ്കിലും വോയിസ് നോട്ടോ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? താല്പര്യം ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ചെയ്യാം മാം. എനിക്കും കൂടെ ഒന്ന് അറിയാൻ താല്പര്യമുണ്ട് നിങ്ങൾ എന്താണ് അത്. എന്തോ ആവാട്ടോ, ഒരിക്കലും നല്ലത് മാത്രം ഞാൻ പറയുന്നില്ല. എന്തുവാ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് മാത്രം. ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതെന്തോ ആവാം. ഗുഡ് ഓർ ബാഡ്, ദാറ്റ്സ് യുവർ വിഷ്. ഓക്കെ, ഓക്കെ മാം. സോ ഒന്ന് ഷെയർ ചെയ്യും. I know this. Okay, know your valuable comments. അറിയാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്രയേ കോഴ്സ് ഇതായി വിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇനി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ക്ലാസ് പോവാട്ടോ. എന്തുണ്ടെങ്കിലും ചോദിക്കാം, റിവൈൻഡ് ചെയ്യാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒക്കെ ചോദിക്കുന്നത് ക്ലിയർ ചെയ്ത് പോവാം. എക്സ്ട്രാ നോട്ട്സ് ആണ്. ഇപ്പൊ ക്യാൻ വെച്ചിട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഹാവ് ഹാഡ് ഒക്കെ ക്ലിയർ അല്ലേ? ഹാവ് ഹാഡ് ഹാസ് ഡു ഡാസ് ഡിഡ് ഇതൊക്കെ ക്ലിയർ ആണോ? എന്താണ് ക്ലിയർ ആണ്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരോടും കൂടിയാ ചോദിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ 1-2 പേര് മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെ ചോദിക്കുന്നത് എല്ലാവരോടും കൂടിയാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് പിന്നെയും 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 ചോദിക്കുന്നത്. ക്ലിയർ അല്ലെങ്കിൽ അല്ലാന്ന് പറയാം, ഒന്നുകൂടെ പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ് മാം. ഇതെന്തോ ഒരാള് രണ്ടാമത് പറയില്ലേ, ബാക്കി ആരൊന്നും മിണ്ടാത്തേ? നിങ്ങൾ എല്ലാവരും പറയൂ, അല്ലെങ്കിൽ അല്ലാന്ന് പറയൂ. അല്ല ഇല്ല മിസ്സേ, ഒന്നുകൂടെ പറയണം, എനിക്ക് അത്രയും ക്ലിയർ ആയിട്ടില്ല എന്നാണെങ്കിൽ ഓക്കെ പറയാം, റെഡിയാണ്. അപ്പോ ക്യാൻ ഫുഡ് ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ ബില്ലും ഫുഡും ഞാൻ എടുത്തിട്ടുണ്ട്. എടുത്തിരുന്നോ എന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബില്ലും ഫുഡൊക്കെ ഡിസ്കസ് ചെയ്യാം. കുറച്ച് ഫ്രേസസ് ഒക്കെ സംസാരിക്കാം. അതായത് would you mindify എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഉണ്ട്. ഞാൻ ദയവായി എന്തെങ്കിലും വിരോധമുണ്ടോ, ഞാനിത് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ചോദിക്കാറുണ്ട്, എപ്പോഴെങ്കിലും ചോദിക്കേണ്ട സാഹചര്യം വരാറുണ്ട് അല്ലെ? ചോദിക്കാറുണ്ടോ? ഞാനത് ചെയ്തോട്ടെ, എന്നൊക്കെ അതിൽ ഒത്തിരി വിരോധമുണ്ടോ, അതിൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കാം അല്ലെ? അതിന് യൂസ് ചെയ്യേണ്ടത് would you mindify do that do it. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? would you mindify open the window, ഞാൻ വിൻഡോ തുറക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? would you mind if I. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? കംഫർട്ടബിൾ ആണല്ലോ? യെസ് മാം. Comfortable. Okay, so tell me anything. നിങ്ങളൊരു കോൺവെർസേഷൻ പോലെയൊക്കെ ഒന്ന് സംസാരിച്ചുകൂടെ? നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം. ഒരു ടോപ്പിക് വെച്ചിട്ട് ഒന്ന് കോൺവെർസേഷൻ പോലെ ആരെങ്കിലും 2 പേർക്ക് വെച്ചിട്ട് സംസാരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലുമൊക്കെ ചോദിക്കുമോ? ഇപ്പോഴത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു ടോപ്പിക് ഇനി അങ്ങോട്ട് ഇനി നമുക്ക് ഇന്റർവ്യൂവിൽ എങ്ങനെ ഫേസ് ചെയ്യാം, ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെ സംസാരിക്കുക, സെൽഫ് ഇൻട്രോ ഒക്കെ നമുക്ക് ചെയ്യേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിനു മുൻപ് ഒരു ടോപ്പിക് ഒക്കെ തരുമ്പോ സംസാരിക്കണം. കണ്ടിന്യൂസ്ലി ഒരു 1 മിനിറ്റ് എങ്കിലും സംസാരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അങ്ങനെ സംസാരിക്കണമെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് കുറച്ച് നോളജ് വേണം. ഒരുപാട് ബുക്സ് ഒക്കെ വായിച്ചാൽ തന്നെ നമുക്ക് അതിനെ കുറിച്ച് കിട്ടും. നിങ്ങൾക്ക് ബുക്ക് റെഫർ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് IELTS പഠിക്കുന്ന ബുക്സ് ഉണ്ടാവും. IELTS കോച്ചിങ്, IELTS കോച്ചിങ് ഇല്ലേ, അതില് സ്പീക്കിംഗ് സെക്ഷനില് കണക്ട് ചെയ്താണ് സംസാരിക്കുന്നത്. 1 മിനിറ്റ് ടൈം തരും. ആ ടൈമിൽ നമ്മൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ കുറെ ക്ലാസ്സസ് ഒക്കെ വീഡിയോസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റണം നമുക്ക്. ഓക്കെ, അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കണേ. അടുത്ത ക്ലാസ് ഒരു ടോപ്പിക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു ടോപ്പിക് എടുക്കുക, അതിനെ കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് കുറച്ച് നോട്ട്സ് പോലെ ഉണ്ടാക്കിയിട്ട് നോക്കി വായിക്കരുത്. അല്ലാതെ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങളത് സെർച്ച് ചെയ്ത് റെഫർ ചെയ്ത് കണ്ടന്റ് ഒക്കെ വെച്ചിട്ടൊന്നും ക്ലാസ്സിൽ വന്ന് പ്രസന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ,
അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യും എല്ലാവരും. ഞാൻ ഇത് ചെയ്യാൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചെയ്യാൻ നോക്കാം എല്ലാവരും. ഓക്കെ മാം. മാക്സിമം ചെയ്യാം. ദെൻ ഒരു പാരഗ്രാഫ് നിങ്ങൾ ഡെയിലി, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഡെയിലി യൂസ് ചെയ്യുന്ന യൂസേജസ്, അത് വെച്ചിട്ട് അല്ലാതെ പാരഗ്രാഫ് പോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്. നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും ഇപ്പൊ മൊബൈലിൽ ഇരിക്കുമ്പോഴോ എപ്പോഴെങ്കിലും ടൈമില് എന്തെങ്കിലും അത് മനസ്സിൽ വരും എപ്പോഴെങ്കിലും, അല്ലെ? എന്താ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും സെന്റൻസ് മലയാളത്തില് എന്താണ്, ഞാൻ അവളോട് അങ്ങനെ ചോദിച്ചാലോന്നിൽ വിചാരിക്കോ, ഇങ്ങനെയൊക്കെ വരുന്നൊരു തോട്ട് ഉണ്ടാവും അല്ലെ? ഞാൻ അവളോട് ചോദിച്ചാലോന്നിൽ വിചാരിക്കോ? ഈ സെന്റൻസ് എടുക്കുക, ഇതിനെന്ത് ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് ആക്കണം. അപ്പൊ നമ്മുടെ മൈൻഡില് ആ ഇംഗ്ലീഷ് കിട്ടും. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ മൈൻഡിൽ വരുന്ന എന്തും നിങ്ങളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നീട് വരുമ്പോൾ നിങ്ങൾ തിങ്ക് ചെയ്യണം മുഴുവൻ ഇംഗ്ലീഷിലായിരിക്കും. ഓട്ടോമാറ്റിക് അത് ഇംഗ്ലീഷിലേക്ക് മാറും. അതായത് കാണുന്നത് കേൾക്കുന്നതും എല്ലാം ഇംഗ്ലീഷ് ആയിരിക്കും. ചിന്തിക്കുന്നത് വരെ യുവർ തിങ്കിങ് ഈസ് ഓൾസോ ഇംഗ്ലീഷ്. ഓക്കെ, ചിന്തിക്കുന്നത് പോലെ ഇംഗ്ലീഷിലായിരിക്കണം. ഇനി ഏറ്റവും സിമ്പിൾ വേ, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്ന, വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണ്, മെസ്സേജ് അയക്കുന്നവരാണ്, മെസ്സേജ് അയക്കുന്നത് ഇംഗ്ലീഷിലയക്കാൻ മാക്സിമം നോക്കാം. ഓക്കെ, ആ സെന്റൻസ് കിട്ടുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് സെർച്ച് ചെയ്തിട്ട് ഇംഗ്ലീഷിലയക്കാൻ നോക്കാം. പക്ഷെ മാം അങ്ങനെ അയക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഉണ്ടാവില്ല. അതാണ് മെയിൻ ആയിട്ട് ഒരു പ്രശ്നം വരിക. നമുക്ക് അങ്ങനെ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചിലപ്പം അവരും അങ്ങനെ റെസ്പോണ്ട് ചെയ്യില്ല. അവര് ചിലപ്പോൾ മിണ്ടാതിട്ടേച്ച് പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ റെസ്പോൺസ് കിട്ടില്ല, അങ്ങോട്ട് റിപ്ലൈ വരില്ല, പ്രതീക്ഷിക്കണ്ട. നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടാവുമല്ലോ. പക്ഷെ അത് ചിലപ്പം അറിയാ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ബ്രേക്ക് ആയി പോകും മാം. അവരൊന്നും സംസാരിക്കില്ല. അങ്ങനെ ചാൻസ് ഉണ്ട് മാം. നമുക്ക് അവരൊരിക്കും ഭയങ്കര ജാട, ഇംഗ്ലീഷിലേ സംസാരിക്കുള്ളൂ അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും. പൊതുവെ നമ്മൾ മലയാളികൾക്ക് അങ്ങനെ തോട്ട് ഉണ്ട്. പൊതുവെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണത്. ശരി ശരി. അല്ലെങ്കിൽ സത്യമൊക്കെ തുറന്നു പറയുന്നു. സത്യമൊക്കെ തുറന്നു പറയുന്നതാ. ഇല്ല, ശരിയാ. ഞാനങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ഇംഗ്ലീഷ് ഭയങ്കര ഇംഗ്ലീഷുകാരിയാ, വലിയ പഠിത്തക്കാരി അങ്ങനെ പറയും. പക്ഷെ അവർക്കറിയില്ല നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ്. ഇംഗ്ലീഷ് അറിയില്ല, പക്ഷെ പഠിക്കാനാണല്ലോ. അതെ അതെ അതെ. കുറച്ചൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഇൻസ്റ്റാ ത്രൂവോ ഫേസ്ബുക്ക് ത്രൂവോ പുതിയ ഫ്രണ്ടിനെ നമുക്ക് നോക്കാം, തപ്പെടുക്കാം ഇംഗ്ലീഷിന് വേണ്ടിട്ടോ. ഓക്കെ, ഇനി മിസ് പറഞ്ഞിട്ടുണ്ട് ദൈവമേ അങ്ങനെയൊന്നും പോയിരുതേ. ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കും, ഇപ്പൊ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ ഓരോ തോട്ട് വരില്ലേ, അതൊക്കെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇടയ്ക്ക് അങ്ങനെ വിചാരിക്കും. എന്താ പറയാ, നമ്മളിങ്ങനെ വെറുതെ സംസാരിക്കും, നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷില് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സ്വയം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കണം. അങ്ങനെ ഉള്ള ടെൻസസും ഒക്കെ വെച്ച് പിടിച്ചിട്ട് കോൺസണറീസ് ഒക്കെ വെച്ച് പിടിച്ച് ഒരു സെന്റൻസ് ആക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക. ആ സെന്റൻസ് കറക്റ്റ് ആണോ ഇല്ലെന്ന് അറിയണ്ടേ. അപ്പൊ വന്നിരിക്കുന്ന മിസ്റ്റേക്സ് എവിടെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അത് കറക്റ്റ് ചെയ്യാം. അപ്പൊ പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും വേർഡിനെ ഇംഗ്ലീഷ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ പോയി സെർച്ച്. അപ്പൊ നമുക്ക് കുറെ വൊക്കാബുലറീസ് കിട്ടും, കുറെ വേർഡ്സ് കിട്ടും. അങ്ങനെയൊക്കെയാണ്. സ്വയം ഇംപ്രൂവ് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ. അല്ലാണ്ട് നമുക്ക് ആരും നമ്മുടെ ഒരു സ്കില്ലും കയ്യിൽ കൊണ്ട് തരില്ല. സ്കിൽ എന്താണ്? ഒരു കാര്യത്തിൽ നമ്മൾ എക്സ്പേർട്ട് ആവുന്നതാണ് സ്കിൽ എന്ന് പറയുന്നത്. എക്സ്പേർട്ട് ആകലും ഒരു പെർഫെക്റ്റ് കുറച്ചെങ്കിലും ആവാൻ വേണ്ടിയിട്ടാണ്. അതെന്തായാലും ഒരു ജോലിയാണെങ്കിലും ഒരു പഠിത്തമാണെങ്കിലും എന്താണെങ്കിലും ഒരു സ്കില്ലിന് വേണ്ടി നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ എക്സാം പാസ്സാവണം, പഠിക്കാണ്ട് പാസ്സാവോ? പഠിക്കണം അല്ലേ? അതുപോലെ എല്ലാ കാര്യങ്ങളും. ഈ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോളൂ. ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ലൈഫില് ഒരിക്കലും പുറകോട്ട് പോയിട്ടുണ്ട്. മനസ്സിലായോ? എവിടെയും ചെല്ലാം, ആരോട് സംസാരിക്കാം, ഏത് ജോലിക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇംഗ്ലീഷ് ഉണ്ടല്ലോ കയ്യില്. മനസ്സിലായോ? ക്വാളിഫിക്കേഷൻ ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്കില്ല്. ക്വാളിഫിക്കേഷൻ ചോദിക്കില്ല, ഇന്റർവ്യൂവിൽ ഒന്നും ഇംഗ്ലീഷ് സംസാരിച്ചു ചോദിക്കില്ലേ, അവരപ്പൊ തന്നെ അപ്പോയിന്റ് ചെയ്യും. ഇതാണ് ഇംഗ്ലീഷിന്റെ പവർ. സോ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുക. എനിക്ക് പഠിക്കണം, എനിക്ക് പഠിച്ചേ പറ്റൂ. ഓക്കെ, ചലഞ്ച് ആരും ചെയ്യുന്നുണ്ടോ? വായിക്കുന്നുണ്ടോ എല്ലാവരും ഡെയിലി? ഡെയിലി നിങ്ങൾ ഒന്നരാടെങ്കിലും വായിക്കണം.
ഡെയിലി വായിക്കണം. ഓക്കെ, അതാണ് ചലഞ്ച് എന്ന് പറഞ്ഞു ഞാൻ. ഡെയിലി വായിക്കണം, കുറച്ചെങ്കിലും വായിക്കണം. ഹാബിറ്റ് ആക്കൂ, ഹാബിറ്റ് ആവണം. ബ്രഷ് ചെയ്യണത് എങ്ങനെയാ നമ്മള്? ഹാബിറ്റ് അല്ലേ? ഇന്ന് ബ്രഷ് ചെയ്യണ്ട, ഇന്ന് ചെയ്യണ്ട, നാളെ ചെയ്യാം. ഹാബിറ്റ് ആക്കണം. ഓക്കെ, എല്ലാരും എന്നാൽ മാത്രമേ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടാകും. എന്റെ കാര്യത്തിൽ ഇംഗ്ലീഷ് പേപ്പർ വായിക്കാനാണോ മിസ്? പേപ്പർ വായിച്ചാൽ നല്ലതാണ്, പക്ഷെ ഉറക്കം വരും, അല്ലെങ്കിൽ മടി വരും. ഇംഗ്ലീഷ് പേപ്പർ ഞങ്ങൾക്ക് കൂടെ ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം, നമുക്ക് ഒരു പത്രം മാത്രം വരുത്തേണ്ട ആവശ്യമുള്ളൂ. 1 വീക്ക് നമുക്കത് യൂസ് ചെയ്യാം. പെട്ടെന്ന് വായിച്ചില്ല. ഒരു വീക്ക് നല്ല മാം, കൊറേ ഉണ്ട്, കൊറേ പേജസ് ഉണ്ടല്ലോ, 2 ആഴ്ചക്കുള്ളത് കൂടുതൽ. 1 മന്ത് വരെ കൊണ്ടുപോകും. അതെ, ചെലവരുന്നില്ല. 10-12 രൂപ ഉണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ. ഓക്കെ, നല്ലതാണ്. ചെറിയ വൊക്കാബുലറി കയറും. വൊക്കാബുലറി അല്ല, അത് അപ് ടു ഡേറ്റ് ആണ്. മനസ്സിലായോ? പുതിയ ഇംഗ്ലീഷ് വേർഡ് വരെ കിട്ടും അതിന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഗ്രോയിങ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ഓരോ ദിവസവും ഓരോ വേർഡ്സ് വന്നുകൊണ്ടേയിരിക്കുക. അതെല്ലാം ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടും. ചോദിച്ചിരിക്കുമോ നിങ്ങള്? ഇപ്പൊ നമ്മൾ പറയുന്ന ലോക്കൽ ഇംഗ്ലീഷ് കറക്റ്റ് ആയിട്ട് നമുക്ക് ന്യൂസ് പേപ്പറിൽ നിന്ന് മനസ്സിലാവും. നമ്മൾ പറയുന്നത് ലോക്കൽ ആണോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആണോ എന്നൊക്കെ ന്യൂസ് പേപ്പറിൽ നിന്ന് മനസ്സിലാവും. വായിക്കൂ. ആദ്യം വായിക്കുമ്പോൾ ബോറടിക്കും, മടി വരും, മനസ്സിലാവുന്നില്ല എന്നൊക്കെ വരും. കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമ്പോൾ ശരിയാവും. ഒരു പത്രം വാങ്ങിയാൽ മതി. ഞാൻ പറഞ്ഞ വെറുതെ അല്ല, ഒരു പത്രം വാങ്ങിച്ചാൽ മതി. ചിലവധികം വരില്ല. ബുക്ക് വാങ്ങേണ്ട കാശ് വരില്ല പത്രം വാങ്ങുമ്പോൾ. ഓക്കെ, ഒരു ന്യൂസ് പേപ്പർ വരുത്താം, വായിക്കാം. ചെയ്യണോട്ടോ. ഇപ്പൊ കോഴ്സ് കഴിഞ്ഞാലും ഞാൻ പറയുന്നൊന്നും മറക്കരുത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഞാൻ പറഞ്ഞത് മറക്കരുത്. ബാഡോ ഗുഡോ എന്തായാലും ഷെയർ ചെയ്യാം. ഓക്കെ, ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you.